സോഹോ കോർപ്പറേഷൻ അങ്ങ് ചൈനയിലും എത്തിയിട്ടുണ്ട്. ചൈനയിലെത്തുമ്പോൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്നത് അമേരിക്കയുടെ മൈക്രോസോഫ്റ്റിനുണ്ടാകുന്ന ഒരു ഇടിവാണ്. അത്രത്തോളം വലിയ രീതിയിൽ സോഹോയ്ക്ക് ചൈനയിൽ വലിയ ഒരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് ശരിയാണോ മാഷേ? തീർച്ചയായിട്ടും ലോകത്തിലെ രാഷ്ട്രീയക്കാരും മീൻസ് രാഷ്ട്രത്തലവന്മാർ രാഷ്ട്രങ്ങൾക്കും അതാത് രാഷ്ട്രങ്ങളിലെ ബിസിനസ് മാഗ്നറ്റുകൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണിപ്പോൾ. ട്രംപിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ദുർവാശികൾ വിജയിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അവിടുത്തെ ടെക്കികളാണ്. ഒരുപക്ഷെ അമേരിക്കയാണ് ലോകത്തിന് ഏറ്റവും വലിയ സാങ്കേതിക നേട്ടങ്ങൾ കൈവരിച്ചു കൊടുത്തത്. അത് നേടിക്കൊടുത്തത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെന്ന അതിവിദഗ്ധരായ തൊഴിലാളികളുടെ കൂട്ടായ്മയാണ്. ട്രംപ് ചെയ്തത് ആദ്യം ഇവരെ വെറുപ്പിക്കുകയാണ്. ഇന്ത്യക്കാരെ വെറുപ്പിച്ചു, ഇന്ത്യൻ തൊഴിലാളികളെ വെറുപ്പിച്ചു, H1B വിസ റദ്ദാക്കാനും അവരെ ദ്രോഹിക്കാനും തുടങ്ങി. കുടിയേറ്റക്കാരെ, വിദേശികളെ ഇവിടെയുള്ള വെറുപ്പും വിരോധവും അത് ആദ്യം ബാധിച്ചത് അവിടുത്തെ സാമ്പത്തിക മേഖലയിലാണ്. അപ്പോൾ രണ്ട് മാറ്റങ്ങൾ നടന്നു. ഒന്ന്, ഇന്ത്യൻ ടെക്കികൾക്ക് അമേരിക്കയിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രംപ് വിചാരിച്ചതല്ല സംഭവിച്ചത്, നേരെ തിരിച്ചാ. ഇവരെ തേടി, അങ്ങനെയാണല്ലോ മുഹമ്മദ് മലയെ തേടി ചെന്നു വന്നു എന്ന് പറഞ്ഞ പോലെ ഇവരെ തേടി ഇന്ത്യൻ തൊഴിലാളികളെയും ഇന്ത്യയുടെ സൗകര്യങ്ങളെയും ഇന്ത്യ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ടെക്കികൾ, അമേരിക്കൻ ടെക്കികൾ ഇന്ത്യയിലേക്ക് വ്യാപകമായിട്ട് വരാൻ തുടങ്ങി. അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഗൂഗിൾ എന്ന ഒറ്റ കമ്പനി അല്ലേ, അത്രയും ബില്യനാണോ കോടിയാണോ എന്തായാലും അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഗൂഗിൾ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നൊരു വലിയ വാർത്ത, സുപ്രധാനമായൊരു വാർത്ത, ഒരു ഇന്ത്യൻ കമ്പനി ചൈനയിൽ നേടിയിരിക്കുന്ന വലിയ മേധാവിത്വമാണ്. അത് നീണ്ടകാലം കൊണ്ടല്ല, കൃത്യം ഒരു മാസം മുമ്പാണ്, കൃത്യം ഒരു 3-4 ആഴ്ചക്ക് മുമ്പാണ് ചൈനീസ് ഗവൺമെൻറ് തീരുമാനിച്ചത് സോഹോ കമ്പനിക്ക്, നമ്മുടെ ശ്രീധർ വെമ്പു എന്ന അണ്ണാച്ചി, തമിഴൻ, തഞ്ചാവൂർക്കാരൻ, ചെറുപ്പക്കാരൻ തന്നെ പറയാം. അപ്പോൾ എന്നേക്കാൾ 3 വയസ്സ് കുറവാണ്. അപ്പോൾ ഞാൻ തന്നെ ചെറുപ്പക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീധർ വെമ്പു എന്നേക്കാൾ അനിയനാണ്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ കമ്പനിയാണ് ഈ സോഹോ കമ്പനി. തുടങ്ങിയത് 96-ലാണ്. അത് അന്ന് അതിന് പേര് അഡ്വേർട്ട് നെറ്റ്. പിന്നീട് അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് സോഹോ കോർപ്പറേഷൻ ആക്കിയത് 2009-ൽ. അദ്ദേഹവും ചില കൂട്ടുകാരോടൊപ്പമാണ് അത് തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ശതകോടീശ്വരന്മാർ, ഇന്ത്യയിലെ 35ാമത്തെ ഒരു നേരത്തെ വന്നൊരു കണക്ക്, അതൊക്കെ മാറിയിട്ടുണ്ടാവും, നേരത്തെ വന്നൊരു കണക്കിൽ ഇന്ത്യയിലെ 35 മുതലാളിമാരിൽ 35ാമത്തെ സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഇന്ത്യയിലെ മുതലാളിമാരെ പോലെയല്ല. ഇദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. ഒന്നാമത് അപാര പ്രതിഭയാണ്. തമിഴ്നാട്ടുകാരനാണ്. IIT മദ്രാസിൻ്റെ പ്രോഡക്റ്റാണ്. IIT-യിൽ നിന്ന് അദ്ദേഹം പോകുന്നത് പിന്നീട് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG-യും ഡോക്ടറേറ്റും ഒക്കെ എടുക്കാനാണ്. സ്വാഭാവികമായും ആ നിലയിലെത്തിയ ഒരാൾ പിന്നെ ഇന്ത്യയിലേക്കുള്ള വഴി മറന്നു പോകും. സാധാരണ ഇന്ത്യക്കാരുടെ സ്വഭാവം അതാണ്, അവിടെ കൂടിപ്പോവും. അവിടെ ഈ പ്രത്യേകിച്ച് നമുക്കറിയാലോ, സിലിക്കൺ വാലിയൊക്കെ സമ്പന്നമായിരിക്കുമ്പോൾ ഇത്തരം വമ്പന്മാരെ പിടികൂടാൻ, ഇത്തരം ശക്തിയുള്ള കാലിബറുള്ള ആളുകളെ പിടികൂടാൻ അവരെപ്പോഴും വാതിൽ തുറന്നിരിക്കും. പക്ഷേ ഈ മനുഷ്യനെ കിട്ടിയില്ല. അദ്ദേഹം അവിടെ നിന്ന് നേരെ കടന്നു, ഇന്ത്യയിലേക്ക് കടന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷൻ ടെക്നോളജിയിൽ വളർത്തിയെടുത്തു. ആ വിഷൻ്റെ ഫലമാണ് സോഹോ കോർപ്പറേഷൻ. ഇപ്പോൾ 96 എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 30 കൊല്ലം കഴിഞ്ഞു അല്ലേ? 30 കൊല്ലത്തിന് 29 കൊല്ലമായി അല്ലേ? ഏതാണ്ട് അതെ, 96. അടുത്ത കൊല്ലമാകുമ്പോൾ 30 കൊല്ലമായി. അത്രയും കൊല്ലം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് ഒന്ന്, വലിയ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം സ്വന്തമാണ്. ആ ഏതെങ്കിലും കോർപ്പറേറ്റ് കുത്തകയ്ക്ക് പോയി പണിയെടുത്തിട്ട് വലിയ ശമ്പളം കിട്ടിയാൽ പോലും അദ്ദേഹം അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തൊരു വലിയ ടെക്നോളജിക്കൽ സാമ്രാജ്യമുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനമുണ്ട്. അത് പല മുതലാളിമാർക്കും ഇല്ല. ഇദ്ദേഹത്തിനുള്ളത്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിൽ വേണം ഇവിടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞൊരു ഗാന്ധിയൻ സ്വപ്നമുണ്ട് ഇവിടെ. ടെക്നോളജിയും അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇന്ത്യ വളരില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ നഗരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ത്യക്കാരൻ അമേരിക്കയിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഇന്ത്യയിലെ വിശുദ്ധമായ ഗ്രാമീണ മനസ്സുള്ള ചെറുപ്പക്കാർ നഗരങ്ങളിൽ ചെന്ന് പൊല്യൂട്ടഡ് ആകുന്നു. അദ്ദേഹം പറയുന്നത് തിരിച്ചാണ്, സാങ്കേതിക വിദ്യ അവരെ തേടി ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം. അതുകൊണ്ട് സോഹോ കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. സിലിക്കൺ വാലിയിലല്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വേണമെങ്കിൽ അദ്ദേഹം സിലിക്കൺ വാലിയിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടുമായിരുന്നു സോഹോ തുടങ്ങാൻ. അപ്പോൾ അത് ഇന്ത്യനല്ല.
അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ അദ്ദേഹത്തിന് തൊട്ടടുത്താണ്. അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് ഫ്ലൈ ചെയ്യാവുന്ന ദൂരമാണ്. അവിടെയും തുടങ്ങിയില്ല. മദ്രാസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സിറ്റിയാണ്. IIT-യിലാണ് അദ്ദേഹം, അവിടുത്തെ പ്രോഡക്റ്റാണ്. അവിടെയും തുടങ്ങിയില്ല. അദ്ദേഹം തുടങ്ങിയത് കേരളത്തിൻ്റെയും തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെയും ഈ തമിഴ്നാടിൻ്റെ അതിർത്തിയിലൊരു ഗ്രാമമുണ്ട്, മനോഹരമായ ഒരു ഗ്രാമം. നമ്മുടെ പല സിനിമകളിലും തെങ്കാശി പട്ടണം പാട്ടും ആ സിനിമ ഒക്കെ മനോഹരമായ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സോഹോയുടെ ആസ്ഥാനം. ഇനി അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ ഗ്രാമീണരെ പഠിപ്പിക്കുക. പ്രൈമറി ലെവൽ തൊട്ട് റൂറൽ സ്കൂൾ സ്റ്റാർട്ടപ്പ് ആണ് അദ്ദേഹം. സ്വന്തം ചെലവിലാണ്. അതാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവ്, കോടിക്കണക്കിന് രൂപ ആ വകയിൽ ചിലവാക്കാണ്. ഗ്രാമങ്ങളിൽ ചെന്ന് ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് സ്കൂളുകളിൽ തൊട്ട് കമ്പ്യൂട്ടർ ഇപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ഞങ്ങളൊന്നും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമല്ല. ഇദ്ദേഹം പഠിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എങ്ങനെ, ബേസിക് കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടറിൻ്റെ അങ്ങേയറ്റം പരമാവധി ആദ്യം തന്നെ പഠിപ്പിച്ചു തുടങ്ങുക. അതുകൊണ്ട് വലിയ വിഷനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് വേണ്ട, അതിനുവേണ്ടി ഡിഗ്രിയും PG-യും വേണ്ട. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വന്നതിനേക്കാൾ ഈ ഗ്രാമീണരായ കുട്ടികൾ സ്വന്തം വൈദഗ്ധ്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അതതിന് തെളിയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കോഴ്സ് തുടങ്ങി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരു കോഴ്സ് ഗ്രാമീണരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടങ്ങി. ആ കോഴ്സിൽ ആ കുട്ടികൾ അത്ഭുതകരമായി വിജയിച്ചു. അവരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പിന്നെ അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഡിഗ്രി ഇല്ല, ഒരു IIT-യിൽ അവർ പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പനി സോഹോ കോർപ്പറേഷൻ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, അതിന് വിലയുണ്ടെന്ന് എങ്ങനെ കാണിച്ചതെന്ന് അറിയോ? സോഹോ കോർപ്പറേഷനിൽ ജോലി എടുക്കുന്ന 50% തൊഴിലാളികൾ ഈ കുട്ടികളാണ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവരല്ല കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ എന്ന് അദ്ദേഹം തെളിയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായൊരു വിഷനുള്ള, കൾച്ചറലി ഇന്ത്യനായ, ജന്മം കൊണ്ട് ഇന്ത്യൻ ആവുകയല്ല, സംസ്കാരം കൊണ്ട് ഇന്ത്യനായി തീർന്നവരാണ്. അതിൻ്റെ ദോഷവും അദ്ദേഹത്തിന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പുതിയ ഡെവലപ്മെൻറ്റ് പദ്ധതികളൊക്കെ അദ്ദേഹം പിന്തുണച്ചു. എല്ലാ പിന്തുണയും കൊടുത്തു സർക്കാരിന്, മാത്രമല്ല ഉപദേശം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഫലമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ 2021 അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു. അദ്ദേഹം ചെയ്ത ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്ന ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് വലിയ ഒച്ചപ്പാടായി. അദ്ദേഹം സംഘപരിവാറാണ്, RSS ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് പ്രമുഖരായ ചിലർ രാജിവെച്ച് പോയൊക്കെ കോലാഹലം ഉണ്ടായിരുന്നു, വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പറഞ്ഞ മറുപടി, ഞാൻ വ്യക്തിപരമായി ആരാണ് എന്ന് നിങ്ങൾ എന്തിനു നോക്കണം, ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയാൽ പോരെ, എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, ഈ രാജ്യത്തിനെതിരായി വല്ലതും ചെയ്യണ്ടോന്നോ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ രാജ്യവിരുദ്ധത കാണിച്ചില്ല എന്നുള്ളതാണ്, അതായിരിക്കും അദ്ദേഹത്തിന്റെ കുറ്റം. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത്, ഒരു മാസം മുമ്പ് ചൈനീസ് ഗവൺമെന്റ് തീരുമാനിച്ചു സോഹോ കോർപ്പറേഷനെ കൊളാബറേറ്റ് ചെയ്യാൻ. വെച്ചാൽ സോഹോ കോർപ്പറേഷനെ ചൈനയിലെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റിൽ എല്ലാ പിന്തുണയും കൊടുക്കാൻ ചൈനീസ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഒറ്റ മാസമായുള്ളൂ. അദ്ദേഹം ഈ ഒരു മാസം കൊണ്ട് കാണിച്ച വിപ്ലവം എന്താണെന്നറിയോ? മൈക്രോസോഫ്റ്റ് എന്ന അമേരിക്കൻ ഭീമൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലയിലും ചൈനക്കാർ മുഴുവനും, ചൈനീസ് കമ്പനികൾ മുഴുവനും മൈക്രോസോഫ്റ്റിൻ്റെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കസ്റ്റമേഴ്സോ ആയിരുന്നു. അവരിൽ വലിയൊരു ശതമാനം ഒരൊറ്റ മാസം കൊണ്ട് സോഹോയിലേക്ക് വന്നു. അതാണ് വന്നിരിക്കുന്ന മാറ്റം. മാത്രമല്ല ഈ അമേരിക്കൻ ഭീമന്മാർ മുഴുവനും, അദ്ദേഹം അമേരിക്കയിലെ ഈ ഭീമന്മാരോടാണ്, ചില്ലറക്കാരോടല്ല അദ്ദേഹം മത്സരിച്ചത്. ഈ ഗൂഗിള്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ആമസോൺ, ഊബർ, ഇവരൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ മേലൊക്കെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭീകരമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പഠിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയേറെ നിയന്ത്രണം? കമ്പനികൾ അവരെ വഴിക്ക് വിട്ടാൽ പോരെ, ചൈനയാണ്, വിടൂലല്ലോ, ചൈനയുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ചൈനയ്ക്ക് വേണ്ടി ചൈനയുടെ സംസ്കാരവും ചൈനയുടെ പരിമിതിയും ചൈനയുടെ നിർബന്ധങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് കമ്പനിയുടെ മൊത്തം നിലപാടുകളിൽ മാറ്റി. അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സുമിത് ജെയിൻ. സുമിത് ജെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീധർ വെമ്പുവിൻ്റെ അനിയനായിട്ട് വരുന്ന ഒരാളാണ്. UP-കാരനാണ്. അപ്പോൾ അദ്ദേഹം കാണിച്ച പണി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 40 വയസ്സോ 80കളിൽ 40 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനകം ഈ യൂണികോർ സാധനം ഉണ്ടല്ലോ, അണക്കാഡമി എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥാപനം ലോകോത്തരമായി തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചൈനയിലുണ്ട്. ചൈനയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മീഡിയക്കും. അദ്ദേഹം പറയുന്ന ഇതാണ്, എനിക്ക് അഭിമാനം തോന്നുന്നു,
ചൈനയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം കണ്ട കാഴ്ച, ഈ ഒരു മാസം കൊണ്ട് വന്ന മാറ്റം, ചൈനയിലെ എല്ലാ ബസ്സുകളിലും, എല്ലാ മെട്രോകളിലും, എല്ലാ എയർപോർട്ടുകളിലും തിളങ്ങുന്ന ബോർഡുകളാണ്. സോഹോ സോഹോ സോഹോ, എവിടെയും സോഹോ ഉണ്ട്. അതാണ് പരസ്യം കൊണ്ടാണ് അദ്ദേഹം, പരസ്യം വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതാണ് വെമ്പുവിൻ്റെ ഒന്നാമത്തെ വിജയം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം നടപ്പാക്കിയത്, ഇദ്ദേഹം ഈ കമ്പനിയെ പൂർണ്ണമായി ചൈനയ്ക്ക് വേണ്ടി ചൈനൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ചൈനീസ് വൽക്കരിച്ചു, സംസ്കാരത്തിൽ മാറ്റം വരുത്തിയില്ല. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് അവിടുത്തെ ഈ ചൈനയുടെ സിലിക്കൺ വാലി ഉണ്ട്. അദ്ദേഹം ഇത് എവിടെയെങ്കിലും പോയിട്ട്, അദ്ദേഹത്തിന് വേണ്ടി ചൈനയിൽ എവിടെയും തുടങ്ങാം. ചൈനയുടെ അറിയാലോ, അമേരിക്കയുടെ സിലിക്കൺ വാലിയാണ് ലോകത്തിൻ്റെ സിലിക്കൺ വാലി. അത് കാലിഫോർണിയയിലാണ്, സാൻ ഫ്രാൻസിസ്കോയിലാണ്. അതിന് സമാനമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തൊരു സിലിക്കൺ വാലി ഉണ്ട് ചൈനയിൽ. ഹൈഡൻ എന്നാണ് ആ സിറ്റിയുടെ പേര്. ഹെയ്ഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ ബെയ്ജിങ്ങിൻ്റെ തന്നെ ഒരു പ്രാന്തപ്രദേശത്താണ്. അവിടെ തന്നെ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ടവറിൽ ഇദ്ദേഹം കമ്പനി തുടങ്ങി, വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല. അപ്പോൾ ചൈനീസ് സിലിക്കൺ വാലി കാണാൻ വരുന്ന എല്ലാവർക്കും ആദ്യം കാണേണ്ടി വരിക സോഹോ ആണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചു വ്യാപകമായിട്ട് അവിടെ ചെന്ന് റിക്രൂട്ട് ചെയ്തു, കൊള്ളാവുന്ന ആളുകളെ വെച്ച് പരിശീലനം കൊടുത്തു. എന്നിട്ട് പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങൾ എവിടെ നോക്കിയാലും, അപ്പോൾ ഇത് ഏതോ ഇന്ത്യക്കാരൻ്റേതല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാൽ ഏത് ഓഫീസിൽ ചെന്നാൽ ഒരു ചൈനക്കാരുണ്ട്, അപ്പോൾ അവരുടേതാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കി ആ നാട്ടുകാർ. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമായി തീർന്നു, ചൈനക്കാരുടെ ആവശ്യമായി. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചൈനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കമ്പനികൾ വരുമ്പോൾ, IT കമ്പനികൾ വന്നാൽ അവരുടെ ഡാറ്റ പോകും. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റയാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഇന്ത്യയോടൊപ്പം ജനസംഖ്യയുള്ള രാജ്യമാണ്. അവരുടെ ഡാറ്റ കൊണ്ടുപോയിട്ട് ഒരു ഇന്ത്യൻ കമ്പനി കൈയടക്കിയാൽ, ഡാറ്റ നമ്മുടെ കയ്യിലാണ്, കമ്പനിയുടെ കയ്യിലുണ്ടാവുക, അത് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ കൊണ്ടുപോയി ക്ലൗഡിലും ഇന്ത്യൻ കമ്പനികളിൽ സൂക്ഷിച്ചാൽ അവർക്ക് സുരക്ഷാ ഭീഷണി അവർ ഭയപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഒരു കാര്യം അവിടുത്തെ ചൈനീസ് ഗവൺമെൻറ്റിന് ഉറപ്പ് കൊടുത്തു. ഒന്ന്, ഈ കമ്പനികളുടെ ഈ ഡാറ്റ ക്ലൗഡ് മുഴുവനും ചൈനയിൽ മാത്രമായിരിക്കും, അത് ഇന്ത്യയിലേ അല്ല. മാത്രമല്ല ഈ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ പേര് സാധാരണ സോഹോ കോർപ്പറേഷൻ എന്നാണ്. ഇദ്ദേഹം zoho.com.cn .in അല്ല, .cn, ഇന്ത്യയുടെ അല്ല, ഇത് ചൈനയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി. മാത്രമല്ല അതിൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് ആക്സസ് കൊടുത്തു, ആർക്കും എപ്പോഴും കയറി പരിശോധിക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, സുതാര്യമാണ്, നിങ്ങളുടെ രാജ്യത്തിനെതിരായി ഒന്നും ഞങ്ങൾക്ക് പ്രവർത്തിക്കാനില്ല, നിങ്ങളുടെ രാജ്യത്തിന് നന്മ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുതാര്യതയും വന്നു, അവർക്ക് ആ സംശയവും മാറിക്കിട്ടി. വേറൊന്ന് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വിലക്കുറവ്, ഈ കമ്പനികളോട് മത്സരിച്ചു. ചൈനയോട് ആദ്യമേ അവർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മറ്റു കമ്പനികളുടെ ഒന്നും റേറ്റിലല്ല കൊടുക്കുക, ഞങ്ങൾക്ക് എന്താണോ മിനിമം ലാഭത്തിൽ കൊടുക്കാൻ പറ്റിയത് അത് ഞങ്ങൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇദ്ദേഹം ഈ സോഫ്റ്റ്വെയർ പാക്കേജുകളൊക്കെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി. സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ വില എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റാണ് ഇതിൻ്റെ കുത്തക. അവർ കൊടുത്തിരുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ സർവീസും എക്യുപ്മെൻറ്റ്സും കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ ഇങ്ങോട്ട് വന്നു. മാത്രമല്ല ഇടത്തരം സംരംഭങ്ങൾ, ചെറുകിട സംരംഭകർക്ക് അത് വലിയ സഹായമായി. ഇനി എങ്ങനെയാണ് വില കുറഞ്ഞു, മറ്റൊരു തരത്തിലും കൂടി വില കുറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ, ഇപ്പോഴത്തെ IT ബിസിനസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് 40 തരം സർവീസ് സോഫ്റ്റ്വെയറുകൾ വേണം. ഇതിന് 40 സോഫ്റ്റ്വെയർ വാങ്ങണം, 40നും കാശ് മുടക്കണം, 40നും സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് പകരം ഈ 40 സോഫ്റ്റ്വെയറും ചേർത്തുകൊണ്ട് ഒരു പാക്കേജ് ഉണ്ടാക്കി. ആ പാക്കേജിന് അദ്ദേഹം പറയുന്നത് ഒരു ഇക്കോസിസ്റ്റം. അപ്പോൾ എന്താണ്, സോഹോയുടെ ഒരു ഇക്കോസിസ്റ്റം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു സോഫ്റ്റ്വെയറും വാങ്ങണ്ട, അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മൊത്ത വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ വിലയിൽ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുമാണ് ഇദ്ദേഹം വളർന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇനി എന്താണ്, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, സുമിത് ജെയിൻ പറയുന്നത്, ഈ ഒരു മുദ്രാവാക്യം വ്യാപകമായി എല്ലാ തെരുവിലും എല്ലാ ഡാൻസ് ബാറുകളിലും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണ്, അത് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അത് ചൈൻഡിയ എന്നാണ്. നമ്മൾ പറയുന്ന ഇന്ത്യ എന്ന പാട്ടിന് പകരം ചിൻഡിയ എന്ന മുദ്രാവാക്യം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, സാങ്കേതിക രംഗത്ത് ചൈനയും ഇന്ത്യയും ഒന്നാണ് എന്നൊരു മുദ്രാവാക്യം വരുന്നുണ്ട്. അത് സാങ്കേതിക രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ, രാഷ്ട്രത്തലവന്മാർക്ക് ഈ ബോധം വന്നാൽ ആദ്യം കിടുങ്ങാൻ പോകുന്നത് അമേരിക്കൻ കമ്പനികളല്ല, അമേരിക്കൻ ഭരണകൂടമാണ്. ചൈനയും ഇന്ത്യയും ചേർന്ന് അമേരിക്കക്കെതിരായി സാങ്കേതിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും വലിയൊരു മുന്നേറ്റം, സൈനിക രംഗത്തും ഒക്കെ ഒരു വലിയ മുന്നേറ്റം, വ്യാപാര രംഗത്തൊക്കെ വ്യാപകമായ മുന്നേറ്റം സാധ്യമാണ് എന്നും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക്, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വലിയ
ഒരു സഹായം കിട്ടും. വേറൊന്ന്, ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ആത്മവിശ്വാസം വന്നിരിക്കുന്നു. എന്താ കാര്യം? ഒരു ഇന്ത്യൻ കമ്പനി, അതും തെക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഒരു ആഗോള ബ്രാൻഡ് ആവാൻ കഴിയുമോ എന്ന ആശങ്ക എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും ഉണ്ട്. അത് മാറിക്കിട്ടും. ചൈനയിലെ മാർക്കറ്റ് കീഴടക്കാമെങ്കിൽ നമുക്ക് എവിടെയാണ് പോയിക്കൂടാത്തത്? അത് വലിയൊരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് സുമിത് ജെയിൻ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഇദ്ദേഹം തരുന്ന, ശ്രീധർ വെമ്പു തരുന്ന സന്ദേശം എല്ലാ എൻ്റർപ്രണേഴ്സും ഏറ്റെടുക്കട്ടെ, എല്ലാ സ്റ്റാർട്ടപ്പുകളും ഏറ്റെടുക്കട്ടെ. ആ സന്ദേശം ഇതാണ്: ആദ്യം നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടുത്തെ വിപണി അറിയുക. 2, എവിടെ പോകുന്നുവോ അവിടുത്തെ സംസ്കാരം പഠിക്കുക, അതിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ കമ്പനിയെ പ്രാദേശികമാക്കുക. എന്ന് വെച്ചാൽ ഗ്ലോബലൈസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഓരോ നാട്ടിലും ലോക്കലൈസ് ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യനൈസ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഗ്ലോബലൈസ് ചെയ്തു. ഇനി നമ്മൾ ചൈനയിലേക്ക് പോകുമ്പോൾ ഇറങ്ങി വരണം. എങ്ങോട്ട്? ചൈനൈസ് ചെയ്യണം അതിനെ. അതാണ്. അതുകൊണ്ട് ലോക്കലൈസ് ചെയ്യുക. പിന്നെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വില കുറച്ച് കൊടുക്കുക. ആളുകൾക്ക് പരമാവധി ലാഭം കുറച്ച് നല്ല സർവീസ് കൊടുക്കുക. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആവാൻ പറ്റുമോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതൊരു വലിയ സന്ദേശമാണ് നമ്മുടെ ടെക്കികൾക്ക്, നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക്, നമ്മുടെ എല്ലാ ഇന്ത്യക്കാർക്ക് പൊതുവേ. ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. നമ്മുടെ ടെക്കികൾക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഭാവി ലോക സുരക്ഷ അതിന് നൽകുന്ന ഒരു വഴിയും കൂടിയാണ്, അതിന് തുറന്നു കിട്ടുന്നൊരു വഴിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് സോഹോയുടെ വളർച്ച, ചൈനയിൽ ഉണ്ടാക്കുന്ന നേട്ടം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കാം. ഒരു മാസം കൊണ്ട് ഇത്രയുമാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് എന്ത്? സുമിത് ജെയിൻ കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ. കമ്പയർ ചെയ്യുന്നത് എന്താ അറിയോ? 40 കൊല്ലം കൊണ്ട് മൈക്രോസോഫ്റ്റ് ചൈനയിൽ ഉണ്ടാക്കിയ നേട്ടം 40 ദിവസം കൊണ്ട്, ആലോചിച്ച് നോക്കൂ. 4 ആഴ്ച കൊണ്ട്, 40 കൊല്ലം കൊണ്ട് മൈക്രോസോഫ്റ്റ് അവിടെ ചൈനയിൽ ഉണ്ടാക്കിയ വിപ്ലവത്തെ 4 ആഴ്ച കൊണ്ട് മറികടന്നിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീധർ വെമ്പുവിൻ്റെ ഈ മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയും നൽകാൻ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ പാഠമാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.